വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ സാമ്പത്തിക കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ. വിഴിഞ്ഞത്തിനൊപ്പം കെ-ഫോൺ, ദേശീയപാത വികസനം, തീരദേശ മലയോര ഹൈവേകൾ, കെ-റെയിൽ എന്നിവ കൂടി പൂർത്തിയാകുന്നതോടെ കേരളത്തിന്റെ GDP 20 ലക്ഷം കോടി രൂപയായി ഉയരുമെന്നാണ് വിലയിരുത്തൽ. കേരളത്തിന് വിഴിഞ്ഞം കേവലം ഒരു തുറമുഖം മാത്രമല്ല, സാമ്പത്തിക രംഗത്തെ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുന്ന ഒന്നാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. സംസ്ഥാന സർക്കാരിന്റെ വരുമാനത്തിലും വൻ വർധനവ് പ്രതീക്ഷിക്കുന്നതായി സാമ്പത്തിക വിദഗ്ധൻ ജോർജ് ജോസഫ് പറഞ്ഞു. അപ്പോൾ ഇന്ന് കാണുന്ന ഒരു 12 ലക്ഷം കോടി രൂപയുടെ GDP എന്ന് പറയുന്നത് അടുത്ത 5-10 വർഷത്തിനിടയിൽ 10-20 ലക്ഷം കോടി രൂപയിലേക്ക് മാറുന്നതിനുള്ള എല്ലാ സാഹചര്യവും നമുക്ക് വിഴിഞ്ഞം ഒരുക്കി തരികയാണ്. ഇത് തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനത്തെയും വലിയ തോതിൽ സ്വാധീനിക്കും. എന്നാൽ ഇതിനായി വിഴിഞ്ഞത്ത് അനുബന്ധ വികസന പദ്ധതികൾ അടിയന്തരമായി പൂർത്തിയാക്കേണ്ടതുണ്ട്. റോഡുകളുടെ വികസനം ആവശ്യമാണ്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ഒരു ഘട്ടം മാത്രമാണ് നമ്മൾ ഈ പറയുന്ന കമ്മീഷനിങ് നടക്കുന്നതോടുകൂടി ആവുന്നത്. വിഴിഞ്ഞം മാത്രമല്ല, കെ-ഫോൺ, തീരദേശ മലയോര ഹൈവേകൾ, ദേശീയപാത വികസനം, നിർദ്ദിഷ്ട കെ-റെയിൽ എന്നിവയൊക്കെയും യാഥാർത്ഥ്യമാകുന്നതോടെ നവകേരളം എന്ന സ്വപ്നത്തിലേക്ക് നമ്മൾ അടുക്കും. അത് വലിയ തോതിലുള്ള ഒരു കുതിച്ചുചാട്ടത്തിനുള്ള ഒട്ടേറെ പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാന സൗകര്യ മേഖലയിൽ നടത്തുന്ന ഈ വികസനങ്ങൾ കേരളത്തെ സാമ്പത്തികമായി പുതിയൊരു പന്ഥാവിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും. ജീവിത നിലവാരത്തിലെ ഉയർന്ന സൂചിക നിലനിർത്തണമെങ്കിൽ സാമ്പത്തിക വളർച്ച അനിവാര്യമെന്ന് വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു. വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ അതിനുള്ള നിർണായക ചുവടുവയ്പ്പാണെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.